ഹായ് ലെൻ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ പോലീസ് ഓഫീസറുടെ ചോദ്യപേപ്പറിൽ നിന്ന് മാത്സ് ആൻഡ് മെന്റബിലിറ്റി ഭാഗത്തുള്ള 10 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കണം. ആദ്യ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0-ഉം 27ാം പദം 60-ഉമായാൽ 17ാം പദം എത്ര എന്നാണ്. ക്ലിയർ ആയോ? 7ാം പദം 0-ഉം 27ാം പദം 60-ഉമായാൽ 17ാം പദം എത്ര എന്നാണ്. നമുക്ക് രണ്ട് രീതി ചെയ്യാടാം. ഓക്കെ, രണ്ട് രീതിയിൽ പറഞ്ഞുതരാം. ഇവിടെ അപ്പോ 7ാം പദം 20 എന്നും 27ാം പദം 60 എന്നും ഉണ്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പൊതു വ്യത്യാസം കണ്ടുപിടിക്കുകയാണെങ്കിൽ പൊതു വ്യത്യാസം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും പദങ്ങളുടെ വ്യത്യാസം എടുത്തിട്ട് പദങ്ങളുടെ വ്യത്യാസം ബൈ, നമുക്ക് രണ്ട് രീതി ചെയ്യാമേ, രണ്ടും പറയാം. വ്യത്യാസം ബൈ അവിടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം എടുക്കുക. സ്ഥാനങ്ങളുടെ വ്യത്യാസം ഓക്കെ ഈക്വൽ ടു, ഇവിടെ പദങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര, 27ാം പദം 60 ഉണ്ടല്ലോ, അതിലെ വലുത് 27ാം പദം 60 എന്നുണ്ട്. അപ്പൊ 60 മൈനസ് 7ാം പദം 0 അല്ലേ, 0 ബൈ അവിടെ സ്ഥാനം. അപ്പൊ നമ്മൾ ആദ്യം ഒരു 60 ആണല്ലോ, അപ്പൊ 60ന്റെ സ്ഥാനം ആദ്യം കൊടുക്കുക, 27. അപ്പൊ 27 മൈനസ് എത്ര, 7 സമം 60 മൈനസ് 0 60 ആണല്ലോ, 60 ബൈ 20 കിട്ടും. എത്ര കിട്ടാ, 0 വെട്ടി 6 ബൈ 2 എത്ര കിട്ടും, 3 കിട്ടും. അപ്പൊ പൊതു വ്യത്യാസം എത്ര കിട്ടി, 7 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഓക്കെ, ഡി കിട്ടും. ഇനി എന്ത് ചെയ്യാ, നമുക്ക് വേണ്ടത് 17ാം പദമാണ് അല്ലേ. 17ാം പദമാണ്. നമ്മുടെ 7ാം പദം എത്ര എന്നറിയടാ. 7ാം പദം എത്ര എന്നറിയാം, 0 എന്നറിയാം ആണല്ലോ. ഇനി 17ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ 7ാം പദത്തിനോട് 10 പ്രാവശ്യം ഡി കൂട്ടും വേണം എന്താവുന്നത്, 17ാം പദമാവുന്നത് ആണോ. 7ാമത്തെ പദത്തിനോട് 10 പ്രാവശ്യം ഡി കൂട്ടും വേണം 17ാം പദം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ 7ാം പദത്തിനോട് എത്ര പ്രാവശ്യം, 10 പ്രാവശ്യം ഡി കൂട്ടിയാൽ പോരെ. അപ്പൊ 7ാം പദം 0 ആണ്, 10 പ്രാവശ്യം ഡി എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു എത്ര, 3. 10 ഇൻറ്റു 3 30 അല്ലേ, 30 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അത് ഡി കണ്ടുപിടിക്കുക. പിന്നെ 17ാം പദം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ 7ാം പദത്തിനോടൊപ്പം 10 പ്രാവശ്യം ഡി കൂട്ടുന്നതാണ്. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് പൊതുവായിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോ 7ാം പദം 0 എന്നുണ്ട്, അവിടെ 7ാം പദം എത്ര എന്നുണ്ട്, 0 എന്നുണ്ട്, 27ാം പദം ഉണ്ട് ആണല്ലോ, 27ാം പദം ഉണ്ട്. ഈ 17ാം പദം എന്ന് പറയുമ്പോ 7ാം പദം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ഡി കൂട്ടും 17ാം പദം കിട്ടും ആണല്ലോ. 7ാമത്തെ പദത്തിനോട് 10 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ 17 കിട്ടുമല്ലോ. അതേപോലെ 17ാം പദത്തിനോട് എത്ര, 10 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ 27 കിട്ടുമല്ലോ. അതായത് ഈ എക്സ് 17ാം പദം എന്ന് പറയുമ്പോൾ 7ാം പദത്തിന്റെയും 27ാം പദത്തിന്റെയും നടുക്കുള്ള പദമാണ്. ഓക്കെ, അല്ലെങ്കിൽ മധ്യപദമാണ് ആണോ. ഇവിടെ 7ാം പദത്തോടെ 10 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ എന്ത് കിട്ടൂടാ, 10 പ്രാവശ്യം ഡി കിട്ടുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 17ാം പദം കിട്ടും ഇല്ലേ, 10 പ്രാവശ്യം. അതേപോലെ 17ാം പദത്തിനോട് 10 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 27ാം പദവും കിട്ടും ആണല്ലോ. അപ്പൊ എക്സാക്ട് നടുക്കുള്ള പോയിന്റ് ആണ്. ഓക്കെ, നടുക്കുള്ള വാല്യൂ ആണ് ആണല്ലോ. അപ്പൊ നടുക്കുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൽ മതി, 27ാം പദം 60 എന്ന് അറിയാലോ. അപ്പൊ 60 പ്ലസ് 7ാം പദം എത്ര, 0 അല്ലേ, തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി അങ്ങ് എടുത്താൽ മതി, ഒന്ന് അടുത്ത് കിട്ടിക്കോളും. 60 വരേണ്ട എത്ര, 30 എന്ന് വരും. കിട്ടിയോ? ക്ലിയർ ആയോ? അവിടെ 17ാം പദം എന്ന് പറയുമ്പോൾ ഈ രണ്ട് പദത്തിലെ നടുക്കുള്ള പദമാണ്. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വെച്ച് എളുപ്പം ചെയ്യാം, പെട്ടെന്ന് ചെയ്ത് പോവാം. ഓക്കെ, ഇത്രയൊന്നും സ്റ്റെപ്പ് ഒന്നും വേണ്ട, ചെയ്യാൻ രണ്ട് തമ്മിൽ കൂട്ടിയിട്ട് നേരെ പകുതി എടുത്ത് പോയാൽ മതി. ഓക്കെ, ഇത്രയും മാത്രം ചെയ്യാം. ലാസ്റ്റ് അത്രയും 60 പ്ലസ് ഇത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു സ്റ്റെപ്പ് നോക്കി വെച്ച് കേട്ടല്ലോ, നമുക്ക് വേറെ കണക്കിൽ എന്ത് ചെയ്യും, ആവശ്യം വരും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഡി എന്ന് പറയുമ്പോൾ എന്താ, പദങ്ങളുടെ വ്യത്യാസത്തിന് സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിക്കുക, അപ്പോൾ ഡി കിട്ടും. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ചോദ്യം, 9ന്റെ 26% പ്ലസ്
15% സമം 27 x ശതമാനം എങ്കിൽ എക്സിന്റെ വില കാണാനാണ്. ഓക്കെ ആണോ? അപ്പൊ നോക്കടാ, 9 നോക്കാം. അപ്പൊ 9 9 ഇൻറ്റു 26% എന്ന് പറയുമ്പോൾ 26/100 പ്ലസ് 15% 15 ഇൻറ്റു 42 ബൈ 100 സമം എത്രയാണ്? 27 എത്ര ശതമാനമാണോ? എക്സ് ശതമാനം, x/100 ആണല്ലോ. ഓക്കെ, 9 ഇൻറ്റു 26 ചെയ്യാം. എത്ര 6 4 29 54 5 ഷിഫ്റ്റ് 5 9 2 18 5 23 234 പ്ലസ് ഇവിടെ 15 ഇൻറ്റു 42 420 210 630 ഇവിടെ രണ്ടിടത്തും ഛേദം 100 ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യടാ, അത് ഒരുമിച്ച് അങ്ങ് എഴുതിയടാ, 100 ഒരുമിച്ചു സമം 27x/100. ഓക്കെ, 2 100 എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് 630 234 എന്ത് ചെയ്യാം, കൂട്ടുക. 630 834 864 സമം 27x. അത് x സമം 864/27. ഒന്ന് വെട്ടിച്ച 3 വശം വെട്ടാം. 3 വശം വെട്ടാകുമ്പോൾ ഇവിടെ 9 പ്രാവശ്യം പോവും. ഇവിടെയോ 8 2 പ്രാവശ്യം 6, ബാക്കി 2 26 8 3 24 2 24 8 പ്രാവശ്യം 288/9. വീണ്ടും ഒരു 9 വശം വെട്ടേടാ, 3 പ്രാവശ്യം. ഇവിടെയോ 28 9 3 27 1 18 18 3 6 പ്രാവശ്യം 96. വീണ്ടും പോകാലോ, 96/3 ഒരു പ്രാവശ്യം. ഇവിടെ 9 3 പ്രാവശ്യം 6 2 പ്രാവശ്യം 32 കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ശതമാനമാണ് ഡാറ്റ എന്ത് ചെയ്യാം, നമുക്ക് കൊടുത്ത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഒഴിവാക്കിയിട്ട് അവിടെ എല്ലാത്തിലും ബൈ 100 ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യടാ, 9 ഇൻറ്റു 26 പ്ലസ് 15 ഇൻറ്റു 42 സമം 27 ഇൻറ്റു എക്സ്. ഇങ്ങനെ ടൈം ചെയ്ത് പോയാലും മതി. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഒരു ഒന്നിയുടെ സ്റ്റെപ്പ് കുറഞ്ഞിട്ടും സമയം എന്ത് ചെയ്യും, അത്രയ്ക്കും ലാഭമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിലും മതി, ബൈ 100 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതേ എന്ത് ചെയ്യുക, ചെയ്താലും പോവാ വേണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് 3ന്റെ ക്യൂബ് പ്ലസ് എക്സെട്ര 20ന്റെ ക്യൂബ് കാണാനാണ്. അപ്പൊ ഇവിടെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് ചോദിച്ചുള്ളത് ആണല്ലോ. നമ്മൾ പണ്ടേ പഠിക്കുന്ന നമ്പേഴ്സ് പഠിക്കുമ്പോൾ ഇക്വേഷൻ പഠിക്കുന്നതാണ് n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ ഇല്ലേ, പണ്ടേ പഠിക്കുന്നതല്ലേ, n ഇൻറ്റു n+1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ n എന്ന് പറയുമ്പോൾ എത്ര, 20 ആണല്ലോ, 20. അപ്പൊ 20 ഇൻറ്റു 21/2. ഓക്കെ, അതിന്റെ സ്ക്വയർ. 2ഉം 20 വെട്ടി 10 പ്രാവശ്യം ഈക്വൽ ടു 21 210ന്റെ സ്ക്വയർ എന്ന് വരും. 210ന്റെ സ്ക്വയർ. 210ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 21ന്റെ സ്ക്വയർ 441. പിന്നെ ഒരു 0 ഉണ്ടല്ലോ, സ്ക്വയർ എടുക്കുമ്പോൾ 2 0 കൊടുക്കുക. അപ്പൊ 441 2 0, അതായത് ഏത്, ഡി എന്ന ഓപ്ഷനാണ്. എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത്. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ ഉപരിതല വിസ്തീർണം 1422 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ നീളം വീതി ഉയരം 3:5:8 എന്നുണ്ട് ആണല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യണം, എക്സ് എടുക്കുകയാണെങ്കിൽ 3x എന്നും 3x എന്നും മറ്റേതാ 5x എന്നും 8x എന്നും എടുക്കാമല്ലോ. എക്സ് വെച്ചിട്ട് നീളം വീതി ഉയരം 3x എന്നും 5x എന്നും 8x എന്നും എടുത്ത്. അതിന്റെ ഉപരിതല വിസ്തീർണം 1422 എന്നുണ്ട് ആണല്ലോ. ഉപരിതല വിസ്തീർണം ഇക്വേഷൻ എന്താ, 2 ഇൻറ്റു LH പ്ലസ് BH പ്ലസ് LB. LH പ്ലസ് BH പ്ലസ് LB. ഓക്കെ, ഈക്വൽ ടു എത്ര, 1422 ആണല്ലോ. കൊടുക്കുക. അപ്പൊ 2 ഇൻറ്റു LH എന്ന് പറയുമ്പം അവിടെ ഇത് L
ഇത് ബി, ഇത് എച്ച് കൊടുക്കുക. 3x ഇൻറ്റു എച്ച് എത്ര 8x പ്ലസ് 5x ഇൻറ്റു 8x പ്ലസ് ഇതിന്റെ ബി 3x ഇൻറ്റു 5x 1422. അവിടെ ചോദിച്ചാൽ ഈ രണ്ടും ഇതുകൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 7 1 1 വരും. ഓക്കെ, ബാക്കി 3 ഇൻറ്റു 8 എത്ര 24 x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 8 5 ഇൻറ്റു 8 40 എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 5 15 എക്സ് സ്ക്വയർ 711. ബാക്കി കൂട്ടുമ്പോൾ എത്ര 40 64 79 എക്സ് സ്ക്വയർ ഈക്വൽ ടു 711 കിട്ടും. അത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 711 ബൈ 79 സമം ക്യാൻസൽ ആകുമ്പോൾ എത്ര 9 എന്ന് കിട്ടും. ഓക്കെ, അത് എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയർ 9 അല്ലേ ആണല്ലോ. അപ്പൊ എക്സ് എത്ര ആയി വരുന്നത് 3. 9ന്റെ റൂട്ട് അങ്ങ് എടുക്കുക 3 കിട്ടും. ഓക്കെ, അവിടെ നമുക്ക് ചോദിച്ചാൽ എന്താ ഈ ചതുരക്കെട്ടിലെ ഉയരമല്ലേ, ഉയരം എന്ന് പറയുമ്പോൾ 8x ആണല്ലോ ഉയരം. 8x സമം 8 × 3 എത്ര കിട്ടും 24 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ചതുരക്കട്ടയുടെ ചുറ്റളവല്ലോ നമ്മുടെ ഉപരിതല വിസ്തീർണം എന്താ 2 × LH പ്ലസ് BH പ്ലസ് LB ആണല്ലോ. ഇവിടെ നമുക്ക് അവിടെ അംശം എന്തുണ്ട് 3:5:8 എന്നുണ്ട് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം 3x എന്നും 5x എന്നും 8x എന്നും എടുക്കാം. ഓക്കെ ആണല്ലോ. ബാക്കി എന്ത് ചെയ്യാം നമ്മൾ ഇക്വേഷൻ കൊടുത്തിട്ട് സോൾവ് ചെയ്ത് എന്ത് ചെയ്യാം അവിടെ എക്സ് സ്ക്വയറിന്റെ വാല്യൂ കിട്ടും. അത് എന്ത് ചെയ്യാം എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തതിലോട്ട് പോകാലോ. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. അതായത് ഇവിടെ അംശബന്ധം 3:5:8 ഉയരത്തിന്റെ 8 അല്ലേ, അത് 8x ആണല്ലോ. നമ്മുടെ ഓപ്ഷനില് 8ന്റെ മൾട്ടിപ്പിൾ ഉയരം എന്ന് പറയുമ്പോൾ 8x എന്ന് പറയുമ്പോൾ 8ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. ഓപ്ഷനിൽ 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏത് മാത്രമേ ഉള്ളൂ 24 മാത്രമേ ഉള്ളൂ ഇല്ലേടാ. നോക്കിയോ 24 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ചെയ്യാം പറഞ്ഞല്ലോ. ഓക്കെ, ആ ഒരു ലോജിക്ക് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അങ്ങനെയും ചെയ്തു പോകാം പറയണ്ട. അവിടെ ഉയരം എന്ന് പറയുമ്പോൾ 8x ആണ്, അല്ലെങ്കിൽ 8 ഉയരത്തിന്റെ അംശം എന്ന് പറയുമ്പോൾ 8 ആണല്ലോ. അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ നോക്കുക കണ്ടല്ലോ. ഇവിടെ വേറെ 8ന്റെ മൾട്ടിപ്പിൾ വേറെ ഒന്നും ഇല്ലല്ലോ. 18 27 15 ഒന്നും പോകത്തില്ല. അപ്പൊ 24 മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം വേണമെങ്കിൽ അവിടെ 24 എന്ത് ചെയ്യാം അങ്ങനെ എടുക്കാം കണ്ടല്ലോ. ഓക്കെ, അങ്ങനെ എടുക്കാൻ പറ്റില്ല അത്രയും നല്ലതാണ്. കാരണം ഇത്രയും സ്റ്റെപ്പ് എന്ത് ചെയ്യണ്ട അവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ പറഞ്ഞല്ലോ. എന്നാലും ഇതുകൂടെ പഠിച്ചു വെച്ചിരിക്കുക പറഞ്ഞല്ലോ. കാരണം ഇവിടെ ഇപ്പോൾ ഓപ്ഷനിൽ 8ന്റെ മൾട്ടിപ്ലൈ 24 മാത്രം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ എടുക്കാം. ഓക്കെ, വേറെ വരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോ രണ്ട് കാര്യം എന്ത് ചെയ്യാം ഓർമ്മിച്ചിരിക്കേ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പോവാം. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ കിട്ടി എങ്കിൽ പലിശ നിരക്കാണ് ചോദിച്ചുള്ളത് ആണല്ലോ. അപ്പോ അവിടെ നിക്ഷേപിച്ച തുക എത്ര 18,000 രൂപയാണ് ആണല്ലോ. 5 വർഷം അപ്പൊ N എത്ര 5, പലിശ കിട്ടിയത് I എത്ര 6,300. നമ്മുടെ പലിശ കാണാനുള്ള ഇക്വേഷൻ എന്താ I സമം PNR ബൈ 100. I സമം PNR ബൈ 100 ഓർമ്മയുണ്ടോ? ഓക്കെ, പണ്ട് പഠിക്കുന്നില്ലേ I സമം PNR ബൈ 100 ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് പലിശ നിരക്കാണ് വേണ്ടത്. ആ R ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പലിശ നിരക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്ക് R ഈക്വൽ ടു I × 100 ബൈ PN. ക്ലിയർ ആണോ? R ഈക്വൽ ടു I × 100 ബൈ PN. ഇനി P ആണ് ചോദിക്കുന്നതെങ്കിലോ I × 100 ബൈ R. N ആണെങ്കിലോ I × 100 ബൈ PR അല്ലെങ്കിൽ RP. ഓക്കെ, അപ്പോ ഈക്വൽ ടു I എന്ന് പറയുമ്പം 6,300 × 100 ബൈ P എത്ര 18,000 ഇൻറ്റു N എത്ര 5. ഇവിടുത്തെ 2 0 വെട്ടി 1 0 എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു. ഇനി 18 ഉണ്ട് 630 ഉണ്ട് 5 ഉണ്ട്. ഈ 18 നമുക്ക് 63 എന്ന് പറയുമ്പോ 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ. 9 വെച്ച് വെട്ടാം. 18 9 2 പ്രാവശ്യം 63 7 9 അപ്പൊ 70 കിട്ടി. ഓക്കെ, അപ്പൊ അവിടെ 2 70 35 പ്രാവശ്യം. അടുത്തോ 5 1 പ്രാവശ്യം 35
പ്രാവശ്യം. ഓക്കെ, അപ്പം ഡി എത്ര കിട്ടുക? 7% എന്ന് കിട്ടും. അപ്പോൾ ആർ ഈക്വൽ ടു ഐ ഇൻറ്റു 100/Pn ആണ്. ബാക്കി എന്ത് ചെയ്യുക? ഇക്വേഷൻ കൊടുത്തിട്ട് ബാക്കി ക്യാൻസൽ ആക്കി പറഞ്ഞ് എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, എളുപ്പമാണ്. അടുത്തോ, ഒരു യാത്രയില് കാർ ആദ്യത്തെ 3 മണിക്കൂർ 40 km/h വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ 48 km വേഗതയിലും സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ ശരാശരി വേഗതയാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കണം, 3 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തുകൂടാ? 3 മണിക്കൂർ കൊണ്ട് അവിടെ 40 km/h വേഗതയിലാണ് പോയത് ആണല്ലോ. അവിടെ എന്ത് ചെയ്യുക? ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടിരിക്കുക, ആകെ സഞ്ചരിച്ച ദൂരം എന്ത് ചെയ്യുക? 3 × 40 ചെയ്താൽ മതി. 120 km ആണല്ലോ. അപ്പൊ 40 km/h വേഗതയിൽ 3 മണിക്കൂർ കൊണ്ട് എത്ര? 120 km സഞ്ചരിക്കും ആണല്ലോ. അതേപോലെ 5 മണിക്കൂർ ഉണ്ടോ? 5 മണിക്കൂർ കൊണ്ട് അവിടെ വേഗത 48 അല്ലേ ആണല്ലോ. അത് മിൻറ്റ് ചെയ്യാം. അവിടെ ദൂരം കാണാൻ വേണ്ടി ചെയ്യാം. 5 × 48 എത്ര കിട്ടും? 240 എന്ന് കിട്ടും. അത്രയും കിലോമീറ്റർ ആണല്ലോ. അപ്പോ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? രണ്ട് നമ്മൾ കൂട്ടുക. 240 120 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 360 km എന്ന് കിട്ടും ആകെ സഞ്ചരിച്ച ദൂരം. ഇനി ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുമ്പോൾ ആദ്യം 3 മണിക്കൂർ പിന്നെ 5 ഇല്ലേ? 3 + 5 എത്ര? 8 ആണോ? അപ്പോ ആകെ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിച്ചു, ആകെ സഞ്ചരിച്ച സമയം കണ്ടുപിടിച്ചു ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? അവിടെ വേഗത കാണണ്ടേ? ശരാശരി വേഗത ഈക്വൽ ടു ദൂരം 360/8. 360/8. ഓക്കെ, അപ്പോൾ 4 കിലോമീറ്റർ ആണെങ്കിൽ 2 പ്രാവശ്യം ഇവിടെ ആവും. 9 പ്രാവശ്യം 90. 90/2 എത്ര? 45 km/h. മണിക്കൂർ എന്ന് കിട്ടും. 45 നാടകം അങ്ങനെയാണല്ലോ. അപ്പൊ ആദ്യം 3 മണിക്കൂർ കൊണ്ട് 40 km. അപ്പൊ മൊത്തം എത്ര? 120 km. 5 മണിക്കൂർ കൊണ്ട് 48 km. 48 km/h വേഗതയിൽ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? 5 × 48 240 km എന്ന് കിട്ടും ആണല്ലോ. ഇനി ആകെ ദൂരം എന്ന് പറയുമ്പോൾ രണ്ട് നമ്മൾ പ്ലസ് ചെയ്യാം. 360 km. ആകെ സഞ്ചരിക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ 5 മണിക്കൂർ അല്ലേ? അപ്പൊ എത്ര? ടോട്ടൽ 8 മണിക്കൂർ. അപ്പോൾ ശരാശരി വേഗത കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ആകെ ദൂരത്തിന് ആകെ വേഗത കൊണ്ട് ആകെ സമയം കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക. 360/60 എത്ര? 8. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഈ വീഡിയോ കമന്റ് ബോക്സിൽ തന്നെ ഇട്ടേക്കാം കേട്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റാണി ഒരിടത്ത് നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ച ശേഷം ഒന്ന് വരച്ചു പോയിട്ട് വിടാം. തെക്കോട്ട് 20 മീറ്റർ. തെക്ക് വടക്കൊക്കെ അറിയാലോ അല്ലേ? അതിന് നോർത്ത് സൗത്ത്, വടക്ക് തെക്ക് അല്ലേ? വടക്ക് മേലില് വടക്ക് തെക്ക്. ഇവിടെയോ? ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഓക്കെ, തെക്കോട്ട് 20 മീറ്റർ. അപ്പൊ താഴോട്ട് 20 താഴോട്ടായി. മീറ്റർ പോയി. ഇനിയോ അവിടുന്ന് വടക്കോട്ട് 30 മീറ്റർ. അതായത് തെക്കോട്ട് അതെന്ന് പറയുമ്പോൾ താഴോട്ട് പോയി എന്നല്ലോ, താഴോട്ട്. വീണ്ടും വടക്കോട്ട് 30 മീറ്റർ എന്ന് വെച്ചാൽ എങ്ങോട്ട്? മേലോട്ടല്ലേ? വടക്ക് മേലോട്ടല്ലേ? അപ്പൊ വീണ്ടും അവിടെ തിരിച്ച് എന്ത് ചെയ്യണം? തിരിച്ചു പോയണം. തിരിച്ചങ്ങോട്ട് 30 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 10 മീറ്റർ കൂടെ ഇങ്ങോട്ട് പോയി. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നേ. 10 മീറ്റർ എന്ത് ചെയ്തു? പുറകോട്ട് പോയി. ഓക്കെ, ഇനി അപ്പൊ 20 മീറ്റർ താഴോട്ട് പോയി. പിന്നെ എന്ത് ചെയ്തു? അവിടെ നിന്ന് 30 മീറ്റർ എന്ത് ചെയ്തു? തിരിച്ചു വന്നു അല്ലേ? വടക്കോട്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ ആ നേരത്തെ പോയി 20 മീറ്ററും പ്ലസ് 10 മീറ്റർ കൂടെ. ഇനി വീണ്ടും പിന്നീട് കിഴക്ക് ദിശയിലേക്ക് 10 മീറ്റർ. അപ്പൊ കിഴക്കോട്ട് 10. അപ്പൊ അവിടെ നിന്ന് 10 മീറ്റർ കിഴക്കോട്ട് പോയി. ഇനിയോ അവിടെ വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30. അവിടെ നിന്ന് ഇതാ മേലോട്ട് പോകണം 30. ഇനിയോ വീണ്ടും കിഴക്കോട്ട് 20 മീറ്റർ. എന്നാൽ യാത്ര തിരിച്ചിടത്തു നിന്നും എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നതാണ്. അപ്പൊ യാത്ര തിരിച്ചു പോയത് നമ്മൾ ഇവിടെ എ ആണ് വിചാരിച്ചു. എ അവിടെ നിന്ന് ഇവിടെ ബിയിലോട്ട് എത്ര അകലത്തിലാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? അവിടെ നിന്നൊരു എയിലെന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ അങ്ങ് ആക്കിയടാ. ആക്കുമ്പോൾ ഇവിടെ എത്ര, ഇവിടെയും 10 മീറ്റർ ആയിരിക്കുമല്ലോ, താഴെ 10 ഇവിടെയും 10 ആയിരിക്കും, ഇവിടെ എത്ര 30 ആയിരിക്കുമല്ലോ, 30 ആയിരിക്കും. അപ്പോ ഇവിടെ സി എന്ന് കൊടുക്കാം. എ തൊട്ട് സി വരെ എത്ര ആയിക്കൂടാ, എ തൊട്ട് സി വരാ 10 ഇവിടെ 10 30 ടോട്ടൽ എത്ര, ഇവിടെ 40 എന്ന് വരും. അടുത്ത് സി തൊട്ട് ബി വരെയോ 10 20 എത്ര, ഇവിടെ 30 എന്ന് വരും, 30 എന്ന് വരും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് എന്ത് ചെയ്യാ, ഒരു ട്രയാങ്കിൾ ആക്കി എടുക്കുക പറഞ്ഞല്ലോ. ഓക്കെ, എയിൽ നിന്ന് പുറകോട്ടും അതുപോലെ എന്താ ഇവിടെ നിന്നും പുറകോട്ടും ചേർത്ത് എന്ത് ചെയ്യുക, ഒരു ട്രയാങ്കിൾ ആക്കുക, മട്ടത്രികോണമാക്കുക പറഞ്ഞല്ലോ. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യുക, അളവ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ എ തൊട്ട് സി വരെ 40 എന്നുണ്ട്, സി തൊട്ട് ഇവിടെ ബി വരെ എത്ര 30 എന്നുണ്ട് ടോട്ടൽ അല്ലേ. ഇനി എന്ത് ചെയ്യുക, അതിന്റെ കർണം കണ്ടുപിടിക്കുക. കർണം കാണാനായിട്ട് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു 4 3 അറിയാമെങ്കിൽ അടുത്ത് ഏത് നമ്പർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. 5 ആയിരിക്കും കേട്ടല്ലോ. അപ്പൊ 40 സ്കോർ 1600 പ്ലസ് 30 സ്കോർ 900 പ്ലസ് ചെയ്യുമ്പോൾ 2500 എന്ന് കിട്ടും. അതായത് 50 സ്കോർ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ 3 4 5 എപ്പോഴും എന്തായിരിക്കും, മട്ടത്തിലുള്ള വശമായിരിക്കും അല്ലെ. 3 4 5 ഇവിടെ അപ്പൊ 30 40 50. ആ 30 40 കാണുമ്പോൾ തന്നെ 50 ആണെന്ന് എന്ത് ചെയ്യുക, അവിടെ ഗസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തോ, ഒരു ക്ലോക്കില് 10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്. അപ്പൊ സമയം 10 ആണല്ലോ എന്ന് പറയുമ്പോൾ മണിക്കൂർ നമ്മൾ 10 ആണല്ലോ, 10 ആണ്. മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര, അതും 10 ആണ്. നമ്മൾ ഇക്വേഷൻ അറിയില്ലടാ, എന്തോ 30H മൈനസ് 11/2 M ആണല്ലോ. 30H എന്ന് പറയുമ്പോൾ 30 × 10 മൈനസ് 11/2 M എത്ര, അതും 10. 30 × 10 300 മൈനസ് 2 10 വെട്ടിടാം 5 പ്രാവശ്യം. 5 × 10 എത്ര, 55 ആണല്ലോ. കുറയ്ക്കുമ്പം 245 കിട്ടും ആണല്ലോ. ഇനി എന്ത് ചെയ്യാ, ഇവിടെ 150 ഡിഗ്രികൾ കൂടുതലാണെങ്കിൽ എപ്പോ എന്ത് ചെയ്യാ, 360 നിന്ന് കുറയ്ക്കുക കേട്ടല്ലോ. നമുക്ക് കിട്ടുന്ന കോണളവ് 150 കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, 360 കുറയ്ക്കുക. അപ്പൊ 360 245 കുറച്ച് എത്ര ആയിട്ടും 115 കിട്ടും, 115 ഡിഗ്രി. ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഇത് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പാണ് പറഞ്ഞല്ലോ. ഓക്കെ, ഇതൊന്നും തെറ്റിക്കാനേ പാടില്ല. ഇനി റൂട്ട് ഓഫ് 10 ഇൻറ്റു പിന്നെ റൂട്ട് 2/3 സ്ക്വയർ ഇൻറ്റു 5/3 സ്ക്വയർ. ഇവിടെ റൂട്ട് ഇവിടെ ഈ 2/3 സ്ക്വയർ ആണല്ലോ, അതിന്റെ റൂട്ട് ആണുള്ളത് അല്ലോ. ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ വീണ്ടും എന്തിനു കിട്ടും, ആ സംഖ്യനെ കിട്ടും അല്ലേ. അത് സിമ്പിൾ ലോജിക്കാണ്. ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്തിട്ട് വീണ്ടും എന്താ അതിന്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ച് ആ സംഖ്യനെ കിട്ടും ആണല്ലോ. ഇവിടെ ഇപ്പൊ 2/3 ആണ് സംഖ്യ. ഈ 2/3 സ്ക്വയർ എടുത്തിട്ട് പുറത്ത് റൂട്ട് എടുക്കുകയാണ് ആണല്ലോ. അപ്പം നമുക്ക് എന്തിനെ കിട്ടുവാടാ, 2/3 കിട്ടും. ഇനി വേറെ നോക്കേണ്ട കാര്യമില്ല. ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുത്താൽ എന്തിനാ, ആ സംഖ്യനാ ആണല്ലോ. ഇവിടെ ഇപ്പൊ 2/3 സ്ക്വയർ എടുത്തു ആണല്ലോ, എന്നിട്ട് റൂട്ട് എടുത്ത് അപ്പൊ എന്തിനു കിട്ടും, 2/3 കിട്ടും. ഇൻറ്റു അതേപോലെ ഇവിടെ ഇപ്പുറത്തും 5/3 സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ, എന്തിനു ഇടാ, 5/3 വരും. ഈക്വൽ ടു 10 ഇൻറ്റു ഇവിടെ 2/3 ഉണ്ട്, 5/3 ആണല്ലോ. ഞാൻ എന്ത് ചെയ്യും, ഒരുമിച്ച് 2 × 5 നേരിട്ട് (3) കൊടുത്തു. അതായത് A⁻m ഇൻറ്റു B⁻m ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, AB (m) എന്ന് കൊടുക്കാം. ഓക്കെ, ഈക്വൽ ടു റൂട്ട് ഓഫ് 10 ഇൻറ്റു 5 × 10 10 എത്ര 3 എന്ന് വരും. ഈക്വൽ ടു റൂട്ട് ഓഫ് 10 ഇവിടെ 10 ഇൻറ്റു 10/3 ആണല്ലോ, 1 കൊടുത്തേരാം. വെറും 10 10/1 ആണല്ലോ. അപ്പൊ 10/1 ഇൻറ്റു 10/3 A⁻m ഇൻറ്റു A⁻n എന്താ, A⁻m ഇൻറ്റു A⁻n A⁻m പ്ലസ് n. ഓക്കെ, ഇവിടെ 1 + 3 എത്ര വരും, 4 എന്ന് വരും. 10/4 റൂട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് 10/4 എന്ന് പറയുമ്പോ 10 ഇൻറ്റു 10 ഇൻറ്റു
10 × 10 ഇതാണല്ലേ 10⁻4. അപ്പൊ ഇവിടെ നിന്ന് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരു 10 എടുക്കാം, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു 10 എടുക്കാം. 10 × 10 എത്ര കിട്ടും? 100 എന്ന് വരും. ഓക്കെ, അപ്പൊ റൂട്ട് എടുക്കാൻ എന്ത് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്തിട്ട് ഓരോ രണ്ടെണ്ണത്തിൽ നിന്നും ഓരോ ദിവസം നമ്മൾ പുറത്തെടുക്കുമല്ലോ. അവിടെ 4 10 ഉണ്ട്, അധികം എന്ത് ചെയ്യുക, 2 10 പുറത്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 10 × 10 100 എന്ന് കിട്ടും. ആൻസർ 100. നമ്മൾ ലാസ്റ്റ് ചോദ്യത്തിലുള്ള വർക്ക് ആൻഡ് ടൈം ആണ്. ഇത്തിരി ടഫുള്ള ക്വസ്റ്റ്യൻ പോലെ ആയിരുന്നു. ടഫല്ല, സ്ഥിരം ചോദിക്കുന്നതാണ്, പക്ഷെ ഈ ഇടയ്ക്ക് അത്ര കണ്ട് ചോദ്യം വരാറില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും വർക്ക് ആൻഡ് ടൈം, ഇപ്പം ഇതിന് മുമ്പത്തെ ഒരു പരീക്ഷയ്ക്കും വർക്ക് ആൻഡ് ടൈം ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോ എന്ത് ചെയ്യാ, ഇവിടെ പറഞ്ഞത് 4 പുരുഷന്മാരും 8 സ്ത്രീകളും 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുന്നു, അല്ലെ ചെയ്തു തീർക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണം. ഓക്കെ, അതായത് ഏതുമ്പോ 4 പുരുഷന്മാർ, 4 എം എൻ എടുക്കാം, നമ്മൾ സ്ഥിരം എം എൻ എടുക്കുന്നത്, 4 പുരുഷന്മാര് പ്ലസ് 8 സ്ത്രീകളല്ലേ, 8 സ്ത്രീകള് ആണല്ലോ. ഇവര് എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് തുല്യടാ 3 പുരുഷന്മാരും 7 സ്ത്രീകളും എത്ര ദിവസം കൊണ്ട്? 12 ദിവസം കൊണ്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, ഇപ്പൊ വർക്കൗട്ട് സെയിം ആണല്ലോ. അപ്പൊ 4 പുരുഷന്മാരും 8 സ്ത്രീകളും എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട് ചെയ്യുന്നൊരു ജോലി 3 പുരുഷന്മാരും 7 വുമണും സ്ത്രീകളും എത്ര ദിവസം ഉണ്ട്? 12 ദിവസം കൊണ്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് എമ്മും ഡബ്ല്യൂ നമ്മൾ ഒരു എന്ത് ചെയ്യാം, ഒരു ബന്ധം കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ, അംശം ഒന്നും കണ്ടുപിടിക്കാം. 10 ഉണ്ടാകത്തോണ്ട് ഇനി 10 × 4 40 എം പ്ലസ് 10 × 8 80 ഡബ്ല്യു ഈക്വൽ ടു 3 × 12 എത്ര? 36 എം പ്ലസ് 7 × 12 84 ഡബ്ല്യു. ഇനി എം ആ പുരുഷന്മാരെല്ലാം ഒരു സൈഡിലോട്ട് അങ്ങ് കൊണ്ടുപോവാം. 40 എം 36 എം ഇപ്പുറത്തെ എന്താവും? മൈനസ് 36 എം ഈക്വൽ ടു അവിടെ 84 ഡബ്ല്യു ഉണ്ട്. ഈ 80 ഡബ്ല്യു ഇപ്പുറത്തെ എന്താവും? മൈനസ് 80 ഡബ്ല്യു. അപ്പൊ എം ഒക്കെ ഒരുമിച്ചാക്കി, ഡബ്ല്യു അല്ല ഒരുമിച്ചാക്കി ആക്കാലോ. ഇനി 40 എം 36 എം കുറച്ചാലോ എത്ര കിട്ടൂടാ? 4 എം എന്ന് കിട്ടും. ഈക്വൽ ടു 84 ഡബ്ല്യു എന്ന് 80 ഡബ്ല്യു കുറച്ചാലോ 4 ഡബ്ല്യു തന്നെ കിട്ടും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, എം ഡബ്ല്യു ഇപ്പുറത്ത് വരാണെങ്കിൽ എം ബൈ ഡബ്ല്യു ഈക്വൽ ടു 4/4 എന്ന് വരും. എമ്മും ഡബ്ല്യു ഒരുമിച്ചാക്കി, ആ സംഖ്യകൾ ഒരുമിച്ചാക്കി. അപ്പൊ എം ബൈ ഡബ്ല്യു ഈക്വൽ ടു 4/4 എന്ന് വരും. എത്ര ഇട്ടാ വെട്ടി ചെയ്യുമ്പോൾ 1/1 എന്ന് വരും, അല്ലെങ്കിൽ 1 കിട്ടും. ഓക്കെ, അപ്പൊ റേഷ്യോ ആണെങ്കിൽ എന്ത് ചെയ്യാം, അപ്പം അങ്ങനെ എടുക്കാം. ഇപ്പൊ 1/1 ആണെങ്കിൽ 1:1 എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ, അതായത് ഒരു പുരുഷൻ എത്ര ആണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യും, സ്ത്രീയും വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ 1/1 എന്ന് വെച്ചാൽ എന്താ, അവിടെ രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് പറഞ്ഞല്ലോ, രണ്ടുപേരും ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പുരുഷൻ ചെയ്യുന്ന അതേ വർക്ക് തന്നെയാണ് ഒരു സ്ത്രീയും ചെയ്യുന്നത്. പിടിട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെയിം ജോലി 8 പുരുഷന്മാര് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ അവരുടെ ആ ഒരു വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണം കൊടുത്ത് ചെയ്താൽ മതി. അതായത് 4 എം പ്ലസ് 8 ഡബ്ല്യു ഉണ്ടല്ലോ ഇൻറ്റു 10, ഇതാണ് അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഇല്ലേ. അപ്പൊ ഈക്വൽ ടു 4 ഇൻറ്റു എം 1 കൊടുത്ത്, അതേപോലെ 8 ഇൻറ്റു ഡബ്ല്യു 1 കൊടുത്ത് ഇൻറ്റു 10. 4 ഇൻറ്റു 1 എത്ര? 4 പ്ലസ് 8 ഇൻറ്റു 1 8. 8 എന്നാലും 12 അല്ലേ, 12 ഇൻറ്റു 10 120 കിട്ടും. അപ്പൊ ഈ 120 തന്നെ എടുക്കുക, അവിടുത്തെ വർക്ക് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ 120 ആണ് അവിടുത്തെ വർക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ 120 ഈ ഒരു വർക്ക് 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നല്ലേ ആണല്ലോ, 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഈ വർക്കിന് 8 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ 8 എം 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ആണല്ലോ. അപ്പൊ 120/8 ഫാക്കും എത്ര ഇട്ടാ 4 2 പ്രാവശ്യം ഇവിടെ 30 എത്ര 15 എന്ന് കിട്ടും. അപ്പൊ 8 പുരുഷന്മാർ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട്? 15 ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്നാണ്. ഓക്കെ, അപ്പൊ ഈ കൂട്ടത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യം ഇതായിരുന്നു എന്നാണ് തോന്നുന്നത്. ചിലെങ്കിലും വിട്ടുണ്ടാവും. അപ്പൊ 4 പുരുഷന്മാര് 8 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഇതെല്ലാം കൊടുക്കുക.
3 പുരുഷന്മാരും 7 സ്ത്രീകളും എത്ര ദിവസം ഉണ്ട്? 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. അപ്പൊ ഇതുപോലെ കൊടുത്തിട്ട് ഇക്വിറ്റി എന്ത് ചെയ്യുക? അകത്തോട്ടാ ഗുണിച്ചിട്ട് എമ്മും ഡബ്ല്യൂ നമ്മൾ റേഷ്യോ അങ്ങ് എടുക്കുക. കേട്ടല്ലോ, 2 സംഖ്യ നമുക്ക് ഇവിടെ കിട്ടും, കേട്ടല്ലോ, ആ ബന്ധം കിട്ടും. ഓക്കെ, അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇക്വേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അവിടുത്തെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞത് 4m+ ഇതാണ് എടുത്തത്, 4m+ ആണ് എടുത്തത്. 8w × 10. അത് കൊടുത്ത് ടോട്ടൽ വർക്ക് 120 കിട്ടി. ഇനി ഈ ജോലി 8 പുരുഷന്മാർ ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് ആണല്ലോ. അപ്പൊ 120/8m, 8 പുരുഷന്മാരല്ലേ, അപ്പൊ 8m. അപ്പൊ 120 എത്ര? 8 × 1 ചെയ്യുമ്പോഴത്തേക്കും 15 കിട്ടും. അപ്പൊ മാത്സിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ അത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യങ്ങളാണെന്ന് തോന്നിയില്ല. അപ്പൊ മിക്കവർക്കും അതായത് ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം? ഇട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേൺ ഫോർ PSC എന്ന ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ചാനലുണ്ട്, രണ്ടുമുണ്ട്, ഗ്രൂപ്പുണ്ട്, ചാനലുണ്ട്. ഓക്കെ, ലേൺ ഫോർ PSC എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാക്സിമം ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിലേക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക? മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓക്കെ,